ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലൻ. ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ജൂതന്മാർക്ക് അവകാശപ്പെട്ട ഒരു പ്രദേശമായി മാറുന്നതെന്ന് കാണുകയുണ്ടായിരുന്നു. ഇസ്രയേൽ എങ്ങനെ ജൂതന്മാർക്ക് അവകാശപ്പെട്ടതായി മാറുന്നു, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയാണ് പലസ്തീൻ. പലസ്തീൻ്റെ അവകാശം എന്നും പലസ്തീനികൾക്കും അവകാശപ്പെട്ടതാണ്. ലെവൻ്റ് എന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും പഴയ നാഗരികതകളുടെ കളിത്തൊട്ടിലാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യൂറോപ്പിനും ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കവാടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലുടനീളം നിരവധി ജനവിഭാഗങ്ങളുടെ സ്വാധീനത്തിനിവിടം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. പലസ്തീൻ ജനതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ് അവർ പുരാതന കാലത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നും കുടിയേറിയ അറബ് മുസ്ലിം ജനതയുടെ പിൻതലമുറക്കാരാണ് എന്നുള്ള വാദം. എന്നാൽ പക്ഷേ പലസ്തീൻ്റെ ആദ്യകാല നിവാസികളിൽ പ്രധാനികൾ കനനൈറ്റുകളായിരുന്നു. ഏകദേശം BC 3000 ഇവിടെ സ്ഥിരതാമസമാക്കിയ ഇവർ ശക്തമായ നഗരങ്ങൾ സ്ഥാപിക്കുകയും സമ്പന്നമായ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുകയും ചെയ്തു. അവരുടെ ഭാഷയും ആചാരങ്ങളും അങ്ങനെ ഈ മണ്ണിൻ്റെ ഭാഗമായി മാറി. പിന്നീട് ഈജിപ്ഷ്യൻസും അസിറിയക്കാരും ബാബിലോണിയൻസും പേർഷ്യൻസും തുടങ്ങി നിരവധി വലിയ സാമ്രാജ്യങ്ങൾ ഈ പ്രദേശം ഭരിക്കുകയും ഓരോരുത്തരും തങ്ങളുടേതായ അടയാളങ്ങൾ ഇവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ അധിനിവേശങ്ങൾക്കിടയിലും കനനൈറ്റ് ജനതയുടെ പിൻഗാമികൾ ഈ മണ്ണിൽ തുടർന്ന് ജീവിച്ചു. അവരുടെ സംസ്കാരവും ജീവിത രീതികളും അവിടെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ കാലം കടന്നു പോകുകയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവോടുകൂടി ഗ്രീക്ക് സംസ്കാരവും പിന്നീട് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ റോമൻ സ്വാധീനവും ഇവിടെ പ്രകടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുമതം ഇവിടെ ഉത്ഭവിക്കുകയും വളരുകയും ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളും നമുക്ക് ഈ പ്രദേശങ്ങളിലായി കാണുവാനായി സാധിക്കും. പിന്നീട് 7-ാം നൂറ്റാണ്ടാകുന്നതോടുകൂടി ഇസ്ലാം മതത്തിൻ്റെ ആഗമനം ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയുണ്ടായി. അറബ് ഇസ്ലാമിക് ഖിലാഫത്തിൻ്റെ ഭാഗമായി പലസ്തീൻ മാറുകയും ഇതോടെ അറബി ഭാഷയും ഇസ്ലാമിക സംസ്കാരവും ഇവിടെ വേരുറപ്പിക്കുവാനായി ആരംഭിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളോളം പലസ്തീൻ അറബ് ഇസ്ലാമിക ലോകത്തിൻ്റെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുകയും ചെയ്തു. ഈ സമയത്താണ് പലസ്തീൻ ജനതയുടെ മതത്തിലും ഭാഷയിലും വലിയൊരു മാറ്റം വരുന്ന കാലഘട്ടവും. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഏകദേശം 400 വർഷത്തോളം പാലസ്തീൻ ഭരിക്കപ്പെട്ടു. ഈ ദീർഘകാലയളവിൽ നിലവിലുള്ള ജനസമൂഹത്തിൻ്റെ സംസ്കാരവും സത്വവും കൂടുതൽ മാറ്റം വരുത്തുകയും വൈവിധ്യമാർന്ന മതങ്ങളും ജനവിഭാഗങ്ങളുമായി അവർ ഒരുമിച്ച് ജീവിക്കുകയും കാലക്രമേണ അവർ എല്ലാം തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറുകയുമായിരുന്നു. ഈ ചരിത്രപരമായ തുടർച്ചയാണ് പലസ്തീൻ ജനതയ്ക്ക് ഈ ദേശത്തിന് മേലുള്ള അവരുടെ അവകാശം ഊട്ടിയുറപ്പിക്കുന്നതും. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മണ്ണിൽ ജീവിച്ചവരുടെ അവരുടെ പിൻഗാമികളുടെയും കഥയാണ് പാലസ്തീൻ. അവരുടെ സംസ്കാരവും ഭാഷയും ജീവിത രീതികളും ഈ മണ്ണിനോട് അത്രമേൽ ചേർന്ന് കിടക്കുകയും ചെയ്യുന്നു. കാലങ്ങളായി നടത്തിയ ജനിതക പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന വസ്തുത ഇതാണ്. പലസ്തീൻ ജനതയുടെയും ജൂത ജനതയുടെയും ആയിരക്കണക്കിന് വർഷങ്ങളുടെ തലമുറയിലെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ പിൻഗാമികൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം കാണുവാനായി നമുക്ക് സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ പലസ്തീൻ ജനത എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നും കുടിയേറി പാർത്തവരല്ല, മറിച്ച് കാലങ്ങളായി അവിടെ താമസിച്ചു വരുന്ന അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.